MG യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ് എന്ന വിഷയത്തിന്റെ 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ജെൻഡർ ഇൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്. അതിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, 2 മാർക്കിന്റെ. ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട്. ജെൻഡർ എന്നത് അല്ലെങ്കിൽ ലിംഗപരത എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സൃഷ്ടിയാണ്. ഇതേക്കുറിച്ച് പറയുക. അതെ, ഓരോ ബയോളജിക്കലി സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ആൺകുട്ടിയും പെൺകുട്ടിയുമായിട്ടാണ് ഓരോ മനുഷ്യനും ജനിക്കുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതൊരു ബയോളജിക്കൽ ട്രൂത്ത് ആണ് സെക്സ് എന്നത്. എന്നാൽ ജെൻഡർ എന്നത് അതല്ല. ജെൻഡർ എന്നത് മനുഷ്യന്റെ സൃഷ്ടിയാണ്, സമൂഹത്തിന്റെ സൃഷ്ടിയാണ്. ഒരു ആൺകുട്ടി ഇങ്ങനെ പെരുമാറണം, ഒരു ആൺകുട്ടിയിൽ നിന്ന് സമൂഹം ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. ഒരു പെൺകുട്ടി ഇങ്ങനെ പെരുമാറണം, അവളിൽ നിന്ന് അടക്കവും ഒതുക്കവുമുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കുന്നു. അവളുടെ വസ്ത്രധാരണ ഇങ്ങനെ ആയിരിക്കണം, അവൾ ഇന്ന ജോലികൾ ചെയ്യാൻ പാടില്ല, അവൾ ഇത്ര മണി കഴിഞ്ഞാൽ രാത്രി പുറത്തിറങ്ങരുത്. ഇങ്ങനെ സമൂഹം ഒരു പെൺകുട്ടിയുടെ മേൽ കുറെ നിബന്ധനകൾ ചുമത്തി വെച്ചിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടിനെയാണ്, സമൂഹത്തിന്റെ ഈ കാഴ്ചപ്പാട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന, സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആ പൊതുബോധത്തെയാണ് ജെൻഡർ എന്ന് പറയുക. സോ ജെൻഡർ എന്നുള്ളത് ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, സാമൂഹ്യ സൃഷ്ടിയാണ്, ഒരു പൊതുബോധമാണ്. That refers to the roles, behavior and expectations associated with being male or female in a given society. ഒരു നിശ്ചിത സമൂഹത്തിൽ ആണ് അല്ലെങ്കിൽ പെണ്ണ് ആയി ജനിച്ചു എന്നതിന്റെ പേരിൽ അതുമായി ബന്ധപ്പെട്ട ആ സമൂഹം അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷിതമായ പെരുമാറ്റ രീതികൾ, പ്രതീക്ഷിതമായ റോളുകൾ, ബിഹേവിയറുകൾ എന്നൊക്കെയാണ് ജെൻഡർ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് റൈറ്റ്സ് ഓഫ് വുമൺ and indication? The indication of rights of women include equality, justice and freedom from discrimination and violence. ഇതൊക്കെയാണ്. അതായത് സമത്വം വേണം, വിവേചനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം വേണം, അതുപോലെ തന്നെ നീതി വേണം, പിന്നെ വയലൻസിൽ നിന്നുള്ള ഫ്രീഡം വേണം. ഇനി പാട്രിയാർക്കി എന്താണ്? മൂന്നാമത്തെ ചോദ്യം. അതായത് പുരുഷ മേധാവിത്വത്തെയാണ് പാട്രിയാർക്കി എന്ന് പറയുക. ഇന്ത്യൻ സമൂഹമൊക്കെ പുരുഷ മേധാവിത്വമുള്ള സമൂഹമാണ്, പുരുഷാധിപത്യം നിലനിൽക്കുന്ന സമൂഹമാണ്. പാട്രിയാർക്കി റെഫേഴ്സ് ടു സോഷ്യൽ സിസ്റ്റം ഇൻ വിച്ച്, ഇവിടുത്തെ സാമൂഹ്യ സംവിധാനം ഇപ്രകാരമാണ്. അതായത് മെൻ ഹോൾഡ് പവർ ആൻഡ് അതോറിറ്റി ഓവർ വുമൺ. പുരുഷന് സ്ത്രീയുടെക്കാൾ മുകളില് അധികാരവും ശക്തിയും നിലനിർത്തുന്ന കഴിയുന്നു. ഓഫൺ റിസൾട്ടിങ് ഇൻ ജെൻഡർ ഇൻഇക്വാലിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. പലപ്പോഴും ഇത് ലിംഗ അസമത്വത്തിലേക്കും വിവേചനത്തിലേക്കും നയിക്കുന്നു. ഇനി സെക്കൻഡ് സെക്സ് എന്താണ്? സെക്കൻഡ് സെക്സ് എന്ന് പറയുന്നത് സ്ത്രീകളെയാണ് അല്ലെങ്കിൽ പെൺകുട്ടികളെയാണ് സെക്കൻഡ് സെക്സ് എന്ന് വിശേഷിപ്പിക്കുക. ദ ടേം സെക്കൻഡ് സെക്സ് റെഫേഴ്സ് ടു ദ ഐഡിയ ദാറ്റ് വുമൺ ആർ കൺസിഡേർഡ് ഇൻഫീരിയർ ടു മെൻ. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ തരം താഴ്ന്നവരായി കരുതപ്പെടുന്നു. ആൻഡ് ആർ ഓഫൺ ട്രീറ്റഡ് ആസ് സെക്കൻഡറി സിറ്റിസൺസ്. പലപ്പോഴും അവര് രണ്ടാം തരം പൗരന്മാരായി കരുതപ്പെടുന്നു. ഇനി അപാല. ആരാണ് അപാല? അപാല റെഫേഴ്സ് ടു എ വുമൺ ഹു ഈസ് കൺസിഡേർഡ് അൺവർത്തി ഓർ അൺമാരേജബിൾ. അതായത് വിവാഹം കഴിക്കാൻ യോഗ്യതയില്ലാത്ത, കഴിവില്ലാത്ത എന്ന് സമൂഹം കരുതുന്ന ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ, സ്ത്രീയെ നമുക്ക് അപാല എന്ന് വിളിക്കാം. ഡ്യൂ ടു ഹെർ, എന്തുകൊണ്ട് അവൾക്ക് അങ്ങനെ സാധിക്കുന്നില്ല? അവളുടെ സാമൂഹ്യ സ്ഥിതി അത്ര മോശമായതുകൊണ്ടാവാം, അവളുടെ വിദ്യാഭ്യാസം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. അൺമാരേജബിൾ ആയ ഒരു വുമണിനെ പറയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് അപാല. എന്താണ് പോളിഗാമി? പോളിഗാമി റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് ഹാവിങ് മൾട്ടിപ്പിൾ സ്പൗസസ്. ഒന്നിലേറെ പങ്കാളികള്, ജീവിത പങ്കാളികള്, വൈവാഹിക പങ്കാളികള് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തെ പറയുന്ന പേരാണ് പോളിഗാമി എന്ന് പറയുന്നത്. ഓഫൺ പ്രാക്ടീസ്ഡ് ഇൻ പാട്രിയാർക്കൽ സൊസൈറ്റീസ്. പലപ്പോഴും ഇത് പിതൃമേധാവിത്വമുള്ള സമൂഹത്തിൽ ഈ പോളിഗാമി നിലനിൽക്കുന്നുണ്ട്. വേർ മെൻ ഹാവ് മൾട്ടിപ്പിൾ വൈഫ്സ്. ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാര് ഉണ്ടാകാം എന്നാണ് പറയുന്നത്. പോളിഗാമി എന്നുള്ളത് ഒരു പുരുഷന് ഒന്നിലേറെ ഭാര്യമാർ എന്ന് മാത്രമല്ല, ഒരു സ്ത്രീക്ക് ഒന്നിലേറെ ഭർത്താക്കന്മാർ. മഹാഭാരതത്തിലെ പാഞ്ചാലിയെ സംബന്ധിച്ച് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നതായിട്ട്, സഹോദരങ്ങളാണെങ്കിൽ കൂടി. അപ്പോൾ ഇത് പോളിഗാമിയുടെ ഉദാഹരണമാണ്. ഇനി അടുത്തത് ചാസ്റ്റിറ്റി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കന്യകാത്വം എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട്. ഇനി ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ സമൂഹത്തില്, ഇന്ത്യൻ സംസ്കാരത്തില് ചാസ്റ്റിറ്റി, കന്യകാത്വം ഓഫൺ അണ്ടർസ്റ്റുഡ് ആസ് സെക്ഷൽ അബ്സ്റ്റിനൻസ് ബിഫോർ മാരേജ്. വിവാഹത്തിന് മുമ്പ് സെക്സിൽ നിന്ന്, ലൈംഗികമായ പ്രവൃത്തികളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ള. ആൻഡ് ഫിഡിലിറ്റി വിത്തിൻ മാരേജ്. വിവാഹത്തിനുള്ളിൽ തന്നെ വിശ്വസ്തത എന്നൊക്കെയാണ്. ഹോൾഡ്സ് സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ്. അതിന് ഗണ്യമായ പ്രാധാന്യമുണ്ട്. റൂട്ടഡ് ഇൻ സ്പിരിച്വൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്. ഇതില് ആത്മീയ മൂല്യങ്ങള്, സാമൂഹ്യ മൂല്യങ്ങള് എന്നിവയൊക്കെ ഇതിലുണ്ട്. ആസ് ഇലസ്ട്രേറ്റഡ് ഇൻ എപ്പിക്സ് ലൈക്ക് രാമായണ
പോലുള്ള മഹാഭാരതം, ഇന്ത്യൻ സംസ്കാരമൊക്കെ കൂടുതലും ഇത്തരം കാര്യങ്ങൾക്ക് വലിയ കാർക്കശ്യം പുലർത്തുന്ന ഒരു സംസ്കാരമാണ്. അതാണ് ഈ ചാസ്റ്റിറ്റി ഇൻ ഇന്ത്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു ചോദ്യം, എട്ടാമത്തേത്, ഡിഫൈൻ മോഡേണിറ്റി, ആധുനികപരത എന്നാണ്. മോഡേണിറ്റി റെഫേഴ്സ് ടു എ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കണ്ടീഷൻ, സമൂഹത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു അവസ്ഥയാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ റാഷണാലിറ്റി, യുക്തിബോധത്തോടുകൂടിയുള്ള ചിന്ത ഈ മോഡേണിറ്റിയുടെ തെളിവാണ്. ഇൻഡിവിജ്വാലിസം, വ്യക്തി സ്വാതന്ത്ര്യം, അത് മോഡേണിറ്റിയുടെ ഭാഗമായിട്ട് പറയുന്ന മറ്റൊരു ഉയർത്തെഴുന്നേറ്റ് വന്ന ഒരു ആശയമാണ്. ആൻഡ് എ ഫോക്കസ് ഓൺ പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്, പുരോഗതി അതുപോലെ തന്നെ വികസനം എന്നിവയിൽ ഒരു ഫോക്കസ് ഉണ്ട്. ഇതാണ് മോഡേണിറ്റി എന്ന വാക്ക്. പുരോഗതിയുടെയും വികസനത്തോടും ഒരു ആഭിമുഖ്യവും അതിന് മുൻഗണനയും പരിഗണനയും ഒക്കെ കൊടുക്കുന്നത്, ഇതൊക്കെ മോഡേണിറ്റിയുടെ ഭാഗമാണ്. ഇപ്പൊ യുക്തിപരത, വ്യക്തി സ്വാതന്ത്ര്യം, വ്യക്തി വികാസവും അതുപോലെ തന്നെ പുരോഗതി, വികസനം എന്നിവയോടുള്ള ഒരു പോസിറ്റീവ് സമീപനം, ഇതൊക്കെ മോഡേണിറ്റിയാണ്. 9ാമത്തെ ചോദ്യം, ബ്രീഫ് നോട്ട് ഓൺ ജെൻഡർ കൺസേൺസ് ഇൻ ദ മോഡേൺ സോഷ്യൽ സിസ്റ്റം, ആധുനിക സാമൂഹ്യ സംവിധാനത്തിലുള്ള ജെൻഡർ കൺസേൺസിനെ കുറിച്ച് ഒരു ചുരുക്ക നോട്ട്. ജെൻഡർ കൺസേൺസ് ഇൻ ദ മോഡേൺ സോഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ്, മോഡേൺ സോഷ്യൽ സിസ്റ്റത്തിലെ ജെൻഡർ കൺസേൺ എന്ന് പറഞ്ഞാൽ ഇഷ്യൂസ് സച്ച് ആസ് ജെൻഡർ ഇൻഈക്വാലിറ്റി, അതായത് ലിംഗപരമായ അസമത്വം ഇന്ന് ഒരു വലിയ കൺസേണായി, ആശങ്കയായി നിലനിൽക്കുകയാണ്. അപ്പൊ കൺസേൺ എന്ന് പറഞ്ഞാൽ ആശങ്കയാണ്. അതുപോലെ തന്നെ ലിംഗപരമായ വിവേചനം, ഡിസ്ക്രിമിനേഷൻ ഒരു ആശങ്കയായി നിലനിൽക്കുകയാണ്. ഇനി വയലൻസ്, ലിംഗപരമായ കാരണങ്ങളാൽ അതിക്രമം നേരിടുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ മേൽ പുരുഷാധിപത്യത്തിന്റെയോ അല്ലെങ്കിൽ സമൂഹത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരുടെയോ ഒക്കെ വയലൻസ്. ആൻഡ് അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് തുല്യമല്ലാത്ത സാഹചര്യങ്ങൾ, ചിലർക്ക് പുരുഷന്മാർക്ക് വിദ്യാഭ്യാസ സാധ്യതകൾ കൂടുതലും, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കുറവും എന്നുള്ളത്. ആൻഡ് എംപ്ലോയ്മെന്റ്, ഒപ്പം തന്നെ തൊഴിലും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി ഡിഫൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കുക. ട്രാൻസ്ജെൻഡർ റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു ഐഡന്റിഫൈ വിത്ത് എ ജെൻഡർ. ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ട് ഐഡന്റിഫൈ, ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സെക്സ് they were assigned at birth. ജനിച്ചപ്പോൾ അവർ ഏത് സെക്സിലാണോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഐഡന്റിറ്റിയിൽ അവർ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ട്രാൻസ്ജെൻഡർ റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു ഐഡന്റിഫൈ വിത്ത് എ ജെൻഡർ ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ സെക്സ് ദേ വെർ അസൈൻഡ് അറ്റ് ബർത്ത്. ജനിച്ചപ്പോൾ ചിലപ്പോൾ ആണായിട്ട് ജനിച്ച്, പക്ഷെ പിന്നീട് അവർക്ക് ഒരു സ്ത്രൈണ സ്വഭാവം കൂടി വരുന്ന പ്രത്യേകത ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും പണ്ട് കാലങ്ങളിലെ ഉള്ളതാണെങ്കിലും ഇത് കവർ ചെയ്യപ്പെട്ടിരുന്നു ഏറെക്കുറെ. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇത് ട്രാൻസ്ജെൻഡർ കുറെ കൂടി തുറന്ന സമീപനത്തിൽ എത്താൻ സമൂഹം അവരെ സഹായിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയും. വാട്ട് ഈസ് മെന്റ് ബൈ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ? ഫീമെയിൽ സ്ത്രീകളുടെ വ്യഭിചാരം എന്നാണ് അർത്ഥമാക്കുന്നത്. ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് വുമൺ എൻഗേജിങ് ഇൻ സെക്ഷൽ ആക്ടിവിറ്റീസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പേയ്മെന്റ്. പണം വാങ്ങി ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീകളെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓർ അതർ ഫോംസ് ഓഫ് കോമ്പൻസേഷൻ. ഇനി പണത്തിന് പകരം മറ്റേതെങ്കിലും തരത്തിലുള്ള കോമ്പൻസേഷൻ, ഒരു പ്രതിഫലം സ്വീകരിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്ന സ്ത്രീകളെയാണ് ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. ഇനി ഡിഫൈൻ ജെൻഡർ ഇൻഈക്വാലിറ്റി. എന്താണ് ലിംഗപരമായ അസമത്വം എന്ന് പറയുന്നത്? ജെൻഡർ ഇൻഈക്വാലിറ്റി റെഫേഴ്സ് ടു ദ അൺഈക്വൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ബേസ്ഡ് ഓൺ ദർ ജെൻഡർ. അതായത് ജെൻഡർ ഇൻഈക്വാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുല്യമല്ലാത്ത ഒരു പെരുമാറ്റം അവസരങ്ങളുടെ കാര്യത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇൻഡിവിജ്വൽസിന് പൊതുവെ അവരുടെ ജെൻഡർ എന്ന വിഷയമാണ്. അതായത് സമൂഹം അവരുടെ മേൽ കെട്ടിവെച്ചിരിക്കുന്ന ആണ് പെണ്ണ് എന്നുള്ള ആ ഒരു സങ്കല്പം, ആണ് ഇന്നത് ചെയ്യണം, പെണ്ണ് ഇന്നത് ചെയ്യണം എന്ന ഒരു സങ്കല്പം, അതാണല്ലോ ജെൻഡർ. ഓഫൺ റിസൾട്ടിങ് ഇൻ ദ ഡിസ്ക്രിമിനേഷൻ. ഈ സമൂഹം കെട്ടിവെച്ചിരിക്കുന്ന കാഴ്ചപ്പാട് വിവേചനത്തിലേക്ക് നയിക്കുന്നു. ആൻഡ് ഡിസഡ്വാൻറ്റേജ്, അതുകൊണ്ട് ആ കാഴ്ചപ്പാടിന്റെ പേരിൽ അവര് പോരായ്മകൾ അനുഭവിച്ച് കഴിയേണ്ടി വരുന്നു എന്നുള്ളത്. മറ്റൊരു ചോദ്യമാണ് പാർട്ട് ബിയില്, ബ്രിങ് ഔട്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി അപ്പോ ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇൻക്ലൂഡ്, ഇന്ത്യൻ സമൂഹത്തിലെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിൽ എന്തെല്ലാം പെടുന്നുണ്ട്? അൺഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ, തൊഴിൽപരമായ കാര്യങ്ങളിൽ തുല്യമല്ലാത്ത പ്രവേശനമാണ് ഓരോരുത്തർക്കും ലഭിക്കുക. സാഹചര്യങ്ങളും സാധ്യതകളുമാണ് സ്ത്രീകൾക്കാണ് പ്രത്യേകിച്ച് ഇതിന്റെ പോരായ്മകൾ അനുഭവിക്കേണ്ടി വരുന്നത്. വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അത് ജെൻഡർ ഇൻഇക്വാലിറ്റിയുടെ ഭാഗമാണ്.
അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പെൺ ഭ്രൂണഹത്യ, പെൺ ശിശുഹത്യ, അതുപോലെ സ്ത്രീക്ക് വിവാഹം കഴിക്കണമെങ്കിൽ വൻതുക ഡവറി കണ്ടെത്തണം, അവൾക്ക് പേരിൽ സാമ്പത്തിക സ്വാതന്ത്ര്യമില്ല, അവൾക്ക് സ്വത്തില്ല. ഇതൊക്കെ എന്താണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമാണ്. നിയമങ്ങള് ആൻഡ് ഡിസ്ക്രിമിനേറ്ററി ലോസ് ആൻഡ് പ്രാക്ടീസസ്, പഴയ സദാചാര നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളും അതുപോലെ തന്നെ മത നിയമങ്ങളും ഒക്കെ സ്ത്രീക്കെതിരെ ഒരു വിവേചനം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. അടുത്തത് അനലൈസ് ദ പൊസിഷൻ ഓഫ് വുമൺ ഇൻ ലേറ്റർ വേദിക് പീരീഡ്. പിൽക്കാല വൈദിക കാലഘട്ടത്തിൽ സ്ത്രീകളെ എപ്രകാരമായിരുന്നു? അതായത് ഏർലി വേദിക് പീരീഡ് അല്ല, ലേറ്റർ വേദിക് പീരീഡ്. വേദിക് പീരീഡ് രണ്ടുണ്ട് നമുക്കറിയാം അല്ലെ. ഋഗ്വേദം ഒക്കെയാണ് ആദ്യകാല വേദങ്ങൾ. ഋഗ്വേദത്തിന് ശേഷം എഴുതിയ സാമം, യജുർ, അഥർവം എന്നീ വേദങ്ങൾ എഴുതിയത് ആര്യന്മാര് ഗംഗാസമതലത്തിൽ എത്തിയപ്പോഴാണ്. എന്നാൽ ഋഗ്വേദം എഴുതപ്പെട്ടത് ആര്യന്മാര് ഇന്നത്തെ പാകിസ്ഥാൻ പ്രദേശം അഥവാ സിന്ധു നദീ പ്രദേശത്ത് താമസിക്കുമ്പോഴാണ്. അപ്പൊ ആര്യന്മാര് ഗംഗാസമതലത്തിൽ എത്തിയപ്പോൾ എഴുതിയ വേദമാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെയാണ് വേദിക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ വേദിക് പീരീഡില്ല ഉള്ള സ്ത്രീകളുടെ കണ്ടീഷനാണ് പറയുന്നത്. ഡ്യൂറിംഗ് ദ ലേറ്റർ വേദിക് പീരീഡ്, പിൽക്കാല വേദ കാലഘട്ടത്തില് വുമൻസ് പൊസിഷൻ വേർ ലാർജ്ലി റെസ്ട്രിക്റ്റഡ് ടു ഡൊമസ്റ്റിക് റോൾ. സ്ത്രീകളുടെ സ്ഥാനം എന്ന് പറയുന്നത് കൂടുതലും ഗാർഹികപരമായ ചുമതലകൾ നിർവഹിക്കുക എന്നുള്ളതായിരുന്നു, വിത്ത് ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് ലൈഫ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം, പൊതുജീവിതം എന്നിവയിലേക്കൊന്നും തന്നെ വലിയ കാര്യമായ കടന്നു ചെല്ലാനായിട്ട് അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നില്ല. സ്കൂളുകളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പരിമിതികളാണ് എന്നുള്ളതാണ്. ഇനി 15ാമത്തെ ചോദ്യം, എക്സാമിൻ ദ സിസ്റ്റം എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കേരള, കേരളത്തില് നിലനിൽക്കുന്ന മരുമക്കത്തായ സിസ്റ്റത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ മരുമക്കത്തായം എന്ന് പറയുന്ന സിസ്റ്റം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ മരുമക്കത്തായ സിസ്റ്റത്തെ കുറിച്ചാണ് ചോദ്യം. എക്സാമിൻ ദ മരുമക്കത്തായ സിസ്റ്റം ഇൻ കേരള എക്സിസ്റ്റഡ് ഇൻ കേരള. അപ്പോ ദി സിസ്റ്റം ഇൻ കേരള മരുമക്കത്തായ ഈസ് എ മാട്രിലിനിയൽ സിസ്റ്റം. അത് ഒരു മാതൃദായക സമ്പ്രദായത്തിലെ സ്വത്തുക്കൾ, അമ്മയുടെ കുടുംബത്തിൽ നിന്നാണ് സ്വത്തുക്കൾ എന്നുള്ള ഒരു ആശയമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് ആർ പാസ്ഡ് ഡൗൺ ത്രൂ ഫീമെയിൽ ലൈൻ. എന്നിട്ട് അത് പെൺകുട്ടിക്കാണ് ആ സ്വത്തുക്കളും കാര്യങ്ങളും കിട്ടുക. പെൺകുട്ടി മറ്റൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നില്ല, പെൺകുട്ടി ആ വീട്ടിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് മാട്രിലിനിയൽ സിസ്റ്റം അഥവാ മരുമക്കത്തായ സിസ്റ്റം എന്ന് പറഞ്ഞത്. ഹിയർ ഈസ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാട്രിലിനിയൽ സിസ്റ്റം, ഇറ്റ് വാസ് എ യൂണിക് സോഷ്യൽ സ്ട്രക്ചർ. അതൊരു തനത് ആയിട്ടുള്ള സാമൂഹ്യ സംവിധാനമാണ്. കേരള, എ സ്റ്റേറ്റ് ഇൻ സൗത്ത് വെസ്റ്റേൺ ഇന്ത്യ, ഹാസ് എ ഡിസ്റ്റിങ്ക്ട് സോഷ്യൽ സ്ട്രക്ചർ. തെക്ക് പടിഞ്ഞാറ് ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. അവിടെ ഒരു വ്യത്യസ്തമായ സാമൂഹ്യ കുടുംബഘടനയൊക്കെയാണുള്ളത്. ദാറ്റ് സെറ്റ്സ് ഇറ്റ്സ് അപ്പാർട്ട് ഫ്രം അതർ പാർട്സ് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും അതിനെ വേർതിരിച്ചെടുത്തൊന്നും ഈ ഘടകമാണ്. പ്രത്യേകിച്ചും നായർ കമ്മ്യൂണിറ്റിയിലെ എമംഗ് ദ നായർ കമ്മ്യൂണിറ്റി എ പ്രോമിനന്റ് കാസ്റ്റ് ഇൻ കേരള എ യൂണിക് മാട്രിലിനിയൻ സിസ്റ്റം വാസ് പ്രിവൈലന്റ്. നായർ എന്നത് എന്താണ്? ഒരു പ്രമുഖ ജാതിയാണ്. അവിടെ മാതൃദായകത്വ ക്രമത്തിലാണ് പാരമ്പര്യവും അതുപോലെ തന്നെ സ്വത്ത് കൈമാറ്റവും വിവാഹത്തിന് ശേഷം വരനും വധുവും എവിടെ താമസിക്കണം അല്ലെങ്കിൽ എവിടെയാണ് താമസിക്കേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. ഇതാണ് മാട്രിലിനിയൽ സിസ്റ്റവും മാട്രിയാർക്കൽ ഫാമിലിയും എന്നൊക്കെ പറഞ്ഞാൽ ദിസ് സിസ്റ്റം നോൺ ആസ് മരുമക്കത്തായം. ഇതിനെ മരുമക്കത്തായം എന്ന ഒരു വേർഡ് കൊണ്ടാണ് സൂചിപ്പിക്കുക. വാസ് എ ഡിപ്പാർച്ചർ ഫ്രം ദ ട്രഡീഷണൽ പാട്രിയാർക്കൽ നോംസ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി. പൊതുവെ ഇന്ത്യൻ സമൂഹം നമ്മൾ കാണുന്നത് അത് പുരുഷ മേധാവിത്വമുള്ള പാട്രിയാർക്കൽ നിയമങ്ങളൊക്കെ പാലിച്ചു കടന്നു പോകുന്ന ഒന്നാണെങ്കിൽ അതിൽ നിന്നും ഒരു വ്യതിയാനമാണ് കേരളത്തിലേത് എന്ന് പറയാതെ വയ്യ. മാട്രിലിനിയൽ ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഉണ്ട്, സ്വത്ത് കൈമാറുന്നത്. ഇൻ ദ മരുമക്കത്തായ സിസ്റ്റം പ്രോപ്പർട്ടി ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് വെർ പാസ്ഡ് ഡൗൺ ത്രൂ ദ ഫീമെയിൽ ലൈൻ. ഫീമെയിൽ ലൈനിലൂടെയാണ് പ്രോപ്പർ സ്വത്ത് കൈമാറ്റമാണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റാറ്റസ് ആണെങ്കിലും ഒക്കെ ഫീമെയിൽ ലൈനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതാണ് മാട്രിലിനിയൽ സിസ്റ്റം. ദി എൽഡസ്റ്റ് ഫീമെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലി നോൺ ആസ് ദ കാരണവർ ഹെൽഡ് സിഗ്നിഫിക്കന്റ് അതോറിറ്റി ആൻഡ് മാനേജ്ഡ് ദ ഫാമിലീസ് പ്രോപ്പർട്ടി ആൻഡ് അഫയേഴ്സ്. അവിടുത്തെ മുതിർന്ന സ്ത്രീ ആയിട്ടുള്ള അംഗമാണ് കാരണവറായിട്ട് കുടുംബത്തിന്റെ പൂർണ്ണ അധികാരം അവരിലായിരിക്കും. ദ മാട്രിലിനിയൽ സിസ്റ്റം ഇൻ കേരള ഹാസ് എ യൂണിക് സോഷ്യൽ സ്ട്രക്ചർ. ഒരു ഇന്ത്യയുടെ മറ്റ് ഇതര ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സോഷ്യൽ സ്ട്രക്ചറാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് മാട്രി ലോക്കൽ റെസിഡൻസ് അതിന്റെ ഭാഗമാണ്. എന്താണ് മാട്രി ലോക്കൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ? അതായത് മാരീഡ് വുമൺ ഇൻ നായർ ഫാമിലീസ് വുഡ് ടിപ്പിക്കലി റിസൈഡ് ഇൻ ദെയർ പാരന്റൽ ഹൗസ്. നായർ കുടുംബങ്ങളിലേക്ക് വിവാഹം കഴിച്ച സ്ത്രീകള് അവരുടെ മാതാപിതാക്കന്മാരുടെ വീട്ടിൽ തന്നെയാണ്, പുരുഷന്റെ വീട്ടിലേക്ക് പോകുന്നത്.